എനിക്ക് പറയാനുള്ളത് ഈ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ 3 മാസത്തെ കുടിശ്ശിക വന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണല്ലോ ഇവർ തെരുവിലിരിക്കേണ്ടി വന്നത്. അപ്പോൾ അന്ന് എന്തുകൊണ്ട് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിൽ, ഫണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കേരള സർക്കാർ എന്തുകൊണ്ട് അന്ന് തന്നെ 3 മാസത്തിന് മുമ്പ് തന്നെ കേന്ദ്രത്തിനോട് സമരം പ്രഖ്യാപിച്ചില്ല? ഇവർ ഒറ്റയ്ക്ക് സമരത്തിന് വന്നിരിക്കേണ്ട ഗതികേട് അതുകൊണ്ടാണല്ലോ വന്നത്. 2, ഇപ്പോൾ നമ്മൾ ഈ സമരത്തിനോട് എടുക്കുന്ന നിലപാടുകൾ തീർച്ചയായിട്ടും പ്രധാനമാണ്. നിങ്ങൾ പെടുക തന്നെ ചെയ്യും. പിന്നെ ഞാനൊരു ഒരു വിഷയത്തിൻ്റെ എക്സ്പേർട്ട് അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യം എന്നുള്ള രീതിയിലാണ് ഒരു ഭൂഷണം ഉണ്ടായിരുന്നത്. അത് സർക്കാർ എനിക്ക് ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള ഒരു പട്ടം ചാർത്തി തന്നു. സമ്പൂർണ്ണ മനസ്സാലെ ഞാൻ ആ പട്ടം സ്വീകരിച്ച് ഇന്ന് മുതൽ സമ്പൂർണ്ണമായിട്ട് ഞാൻ ആക്ടിവിസ്റ്റ് ആയിരിക്കുന്നു. ഒരു ബ്രേക്കിംഗ് പോയിന്റ് വരുമ്പോൾ നമ്മൾ ഉണരുന്നു എന്ന് പണ്ട് MN വിജയൻ പറഞ്ഞത് 2-3 പതിറ്റാണ്ട് മുമ്പാണ്. ഇത് ഒരു രാഷ്ട്രീയ സമരമല്ല, ഇതൊരു അതിജീവന സമരമാണ്. ഈ അതിജീവന സമരം വിജയിക്കുക എന്നുള്ളത് ഒരു സമൂഹം എന്നുള്ള നിലയിൽ കേരളത്തിന്റെ ആവശ്യവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സൂപ്പർ പ്രൈം ടൈം ഈ സമരപന്തലിൽ നിന്ന് അവസാനിപ്പിക്കുന്നു.